എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഒരു അന്തം കമ്മിയാണെന്ന് ഞാൻ പറയും. നിങ്ങൾ അങ്ങനെ തന്നെ പറയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും എന്നെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ നിങ്ങളൊരു അന്തം കമ്മിയാക്കും, ആയിക്കോട്ടെ, ഇതിന് കുഴപ്പമില്ല. ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ തപ്പി നടക്കുമ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടു. അതിങ്ങനെയാണ്, നിങ്ങൾക്ക് സൈഡിലപ്പോൾ കാണാൻ കഴിയും. ഈ സാഹചര്യം നേരിടാൻ നമുക്ക് ഒന്നിച്ചിറങ്ങാം, ദുരിതപ്രദേശത്തെ ജനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. എടാ, അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോസ്റ്റ് അല്ലടാ ഇത്. നമ്മുടെ ഒരു പ്രളയകാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു അതിഭീകരമായിട്ട് 2018 ആ പ്രളയകാലത്ത് നമുക്ക് മുഴുവൻ ഊർജ്ജം എന്ന വാക്കുകൾ ഓർമ്മയില്ലേ? വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ അദ്ദേഹം വരും, പത്രസമ്മേളനം നടത്തും. അത് വെറും പത്രസമ്മേളനമല്ല, അത് ആളുകളെ അപാരമായിട്ട് ഊർജത്തിലേക്ക് എത്തിക്കും. നമുക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമോ? എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ഒഴുകിപ്പോയി, ഇനിയൊന്നും ജീവിതമില്ല, ജീവിതത്തിനുള്ള എല്ലാ സംഗതിയൊക്കെ ഇനി പുതുതായിട്ട് ഉണ്ടാക്കണം എന്നീ പറയുന്ന ഭയങ്കര ടെൻഷൻ നിൽക്കുമ്പോഴും ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, നമുക്കൊന്നിച്ചിറങ്ങാം, നമുക്കെല്ലാം ശരിയാക്കാം. ഇത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജമുണ്ട്. നമുക്ക് ഇറങ്ങാന്നേ എന്ന് പറയുന്ന സാധനമുണ്ട്. എന്തിനേറെ പ്രളയം കഴിഞ്ഞ് ഒരുപാട് വീടുകളിൽ ചളിയും മണ്ണും കയറി നിറഞ്ഞപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോട്, സർ ആകെ ചളിയാണല്ലോ, എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ, അതിനെന്തിനെങ്ങനെ ബേജാറാവുന്നേ, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ വാക്കുണ്ടാക്കിയ ഒരു ഊർജം ഉണ്ടല്ലോ, ആ ഊർജത്തിന് പിന്നാലെ ഇവിടുത്തെ അപാലവൃദ്ധം ജനങ്ങളും ഓരോ വീടും കയറി ഇറങ്ങി അത് വൃത്തിയാക്കാൻ പോയ ഒരു നിമിഷം ഉണ്ടല്ലോ. ആ ഒരു നിമിഷത്തൊക്കെ സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ അങ്ങനെ പോയ ഒരാളാ, അങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി പോയ ഒരാളാ ഞാൻ. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നു. അന്ന് പിണറായി വിജയൻ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പോലെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. അപാരമായിട്ടുള്ള ഒരു ഊർജമാണ് ചില നേതാക്കളൊക്കെ നമുക്ക് നൽകുക. ഞാനിതിങ്ങനെ പറയാൻ കാരണേ, ഇതിന്റെ താഴത്ത് അത് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദുരിതപ്രദേശത്തെ ജനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകാനും അധികാരികളുമായി സഹകരിച്ച് പരമാവധി സഹായം ഉറപ്പ് വരുത്തുകയും ഈ പ്രയാസകരമായ സാഹചര്യത്തെ നേരിടാൻ നമുക്ക് ഒന്നിച്ചിറങ്ങാം. ജാഗ്രതയും ഐക്യദാർഢ്യവും കൊണ്ട് ഈ പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കാം. സഖാവ് പിണറായി വിജയൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴും ചില ആളുകള് മുഖ്യമന്ത്രി എന്ന് എന്നെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആ മനുഷ്യൻ എഴുതി വെച്ച എഴുത്താണത്. ആ മനുഷ്യൻ എഴുതി വെച്ച എഴുത്താ. ഇനി കമ്പാരിസനാന്ന് വിചാരിച്ചോളി. VD സതീശൻ, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് ഇത് കണ്ടതിന് ശേഷം ഞാൻ കയറി, എടാ അദ്ദേഹം എന്താ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് അങ്ങനത്തെ ഒരു തൊര ഉണ്ടാവുമല്ലോ, വെറുതെ ഒരു ആഗ്രഹം. അല്ലടാ, എന്തപ്പോ നമ്മുടെ VD സതീശനെ എഴുതി വെച്ചിരിക്കുന്നത്? ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അതൊന്നും അറിയണല്ലോ എന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ചുമ്മാ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊന്ന് പോയി. എന്റെ പൊന്നെ, കുറച്ചു പേര് ആളുകളൊക്കെ സഹായിക്കുന്ന ചിത്രമാണ്. അതിന്റെ എഴുത്ത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ റവന്യൂ മന്ത്രിയുമായും ജില്ലകളും ഏകോപനം ചുമതല മന്ത്രിമാരും ജില്ലാ ഭരണകൂടവുമായും ബന്ധപ്പെട്ട് നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. ആയിക്കോട്ടെ, മഴക്കെടുതി രൂക്ഷമായും മേഖലയെ MLA-മാരും ജനപ്രതിനിധികളും ചർച്ച നടത്തി. ആയിക്കോട്ടെ, വൈകിട്ട് 6 മണി മുതൽ 6 മണി വരെ 6 മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 6 പേരെ കാണാതായിട്ടുണ്ട്. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വിവിധ സേനാ വിഭാഗങ്ങൾ ജനപ്രതിനിധി. എന്നെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒരു ഊർജവും ഇല്ല. അവിടെ എല്ലാം നഷ്ടപ്പെട്ട് മഴയത്ത് ക്യാമ്പുകളിൽ ഭക്ഷണം കിട്ടണം, ഇനി എന്തു ചെയ്യുമെന്നറിയില്ല, ഇനി മഴ പെയ്തു കഴിഞ്ഞ് എന്തു ചെയ്യും, ഇനി ഉരുൾപൊട്ടുമോ എന്നീ സങ്കടത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു ഊർജം എവിടെ ഈ വാക്കുകളിൽ? അവരെ സന്തോഷിപ്പിക്കുന്ന, അവരെ ഇനിയെങ്കിലും ഒരു സന്തോഷിപ്പിക്കുക എന്നുള്ളതിന്റെ വാക്കല്ല, അവരൊരു ആശ്വാസം നൽകുന്ന, അവർക്ക് എടാ ഞങ്ങളുണ്ടടാ ഒപ്പം എന്ന് പറയുന്ന സാധനങ്ങളില്ലേ, എടാ ഈയൊക്കെ എന്തിനാ പേടിക്കുക, ഞങ്ങൾ ഇടറാ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ആ ഒരു സാധനം നമുക്കിതിൽ നിന്ന് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയണ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഒരു സാധനം കിട്ടുന്നില്ലെന്നേ. അത് കിട്ടണം. അത് കിട്ടുമ്പോഴാണ് മനുഷ്യന്മാർക്ക് ഇനി ജീവിക്കാനുള്ള ഒരു മോഹം ഉണ്ടാവുള്ളൂ. ഈ പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്യും. നാളെ ഒരു നല്ല ദിനം വരും
എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഊർജ്ജം ഉള്ളിലേക്ക് കയറുകയും നമ്മളെ കാത്തു രക്ഷിക്കാൻ ഒരാളുണ്ട്. ഈ ദൈവസങ്കല്പങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ ഈ മതിലിന്റെ മേലെ കൂടെ ഒക്കെ നടക്കും, ചെറിയ കുഞ്ഞു മതില് അല്ലേ, നമ്മളൊക്കെ പണ്ടൊക്കെ ചെയ്തിട്ടില്ലോ. ഈ മതിലിന്റെ മേലെ കൂടെ നമ്മൾ നടക്കും, ചിലപ്പോൾ അങ്ങോട്ട് വീഴോ ഇങ്ങോട്ട് വീഴോ വെച്ചിട്ടാവും നടക്കുക. നമുക്കൊരു ഇലയുടെ തുമ്പ് കിട്ടിയാൽ മതി, ഒരു ഇലയുടെ തുമ്പ് കിട്ടിയാൽ മതി. ആ തുമ്പ് പിടിച്ച് നമ്മൾ അങ്ങനെ ഈസി ആയിട്ട് നടക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വീണാല് ആ ഇലയുടെ തുമ്പ് നമ്മളെ ഒരു കാരണവശാലും സഹായിക്കില്ല. ആ ഇലത്തുമ്പായിട്ട് നമ്മൾ വീഴും അല്ലേ, ആ ഇലയുടെ തുമ്പായിട്ട് നമ്മൾ വീഴും. പക്ഷെ എന്നാലും ആ ഇലയുടെ തുമ്പ് നമുക്കൊരു ധൈര്യം നൽകുന്നുണ്ട്, മുന്നോട്ട് നീങ്ങാം എന്ന് പറയുന്ന പോലെ ഒരു വാക്ക്, ഒരൊറ്റ വാക്ക്, ഒരു പ്രതീക്ഷയുടെ ഒരു വാചകം, അത് നമ്മൾക്ക് നൽകുന്നത് അപാരമായിട്ടുള്ളൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജം മതിയാവും ഒരു ദിവസം കൂടി, ഒരു നിമിഷം കൂടി, ഒരു മണിക്കൂർ കൂടി, ഒരു 10 സെക്കൻഡ് കൂടി നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനത്തെ ഒരു ഊർജ്ജം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലില്ല. അദ്ദേഹം എന്തോ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ആരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ, നോക്കൂ, അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ജനപ്രതിനിധി ചർച്ച നടത്തി, ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ടായി, അവർക്ക് ഏൽപ്പിച്ച്, ഇവരെ ഏൽപ്പിച്ച്. എടോ, ഞാൻ പതിരിച്ച വൈകുന്നേരം അദ്ദേഹത്തിന് ഒരു ബ്രീഫിംഗ് ഉണ്ടാവും, നമുക്കൊക്കെ ഒരു സന്തോഷം നൽകുന്ന രീതിയിൽ എന്തിലൊക്കെ പറയും. ഈ ദുരന്തത്തിൽ പെട്ട് കിടക്കുന്നവർക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു വാക്ക് അദ്ദേഹം പറയും. നിങ്ങൾ ആരും പേടിക്കണം, നിങ്ങളപ്പം ഞങ്ങളുണ്ട് എന്ന് പറയും. ഒന്നും ഉണ്ടായില്ല. നമ്മളൊന്ന് ഒരു പഴയ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്കത് ഓർമ്മയുണ്ട്? ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. ആ 2018 പ്രളയകാലം എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് പൊന്നാനിയിലേക്ക് ഓടിയത് ഓർമ്മയുണ്ട്. എൻ്റെ ശ്രീയേഷ് എന്ന് പറയുന്ന സുഹൃത്തിനൊപ്പം വണ്ടിയുമായി, അവൻ്റെ അന്നത്തെ ഫാസിനോ അല്ല, സുസുക്കിയുടെ ഒരു വണ്ടി, അതുമായിട്ട് റോഡ് സൈഡിലൊരു വലിയ വെള്ളക്കെട്ട്, അത് ഭയങ്കര സ്പീഡിലാണ് പോയെ. എന്നിട്ടും ഞങ്ങൾക്ക് ആ വണ്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം. പക്ഷെ ഞങ്ങൾക്കത് മുന്നോട്ട് പോയാലാണ് ആ ഡ്രസ്സ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അവിടുത്തെ 10-15 വയസ്സുള്ള പെൺകുട്ടികൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഇന്നർവിയർ വേണം, ഡ്രസ്സൊന്നുമില്ല, ഒക്കെ നനഞ്ഞു പോയി എന്ന് പറഞ്ഞ. അത് കേട്ടിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകണേ. ഞങ്ങളെ നാട്ടിൽ പോകുന്നു, ഞങ്ങളെ കടകൾ മുഴുവൻ കയറി ഇന്ന സൈസുള്ള ഡ്രസ്സുകളൊക്കെ വേണം, ഞങ്ങൾക്ക് ഇന്നൊക്കെ വേണം എന്ന് പറയും. ചില കടക്കാരൊക്കെ എടുത്തിട്ട് തരാണ്, ഇന്നേവേഴ്സിന് ഒരു ബോക്സാണ് എടുത്തിട്ട് തരാം, കൊണ്ടുപോയിക്കോ, ഇതും കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇട്ടുന്ന ആൾക്കാരുണ്ട്. അതുമായിട്ടാണ് ഞങ്ങളൊരു വലിയ ബണ്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ വണ്ടിയുടെ നടുക്കും വെച്ച് ഞാൻ പുറകിൽ നിന്നിട്ട് ശ്രീയേഷ് വണ്ടി ഓടിച്ച് പോകുന്നേ. അത് മറികടന്ന് പോയി, അത് അവിടെ എത്തി, അത് അവർക്ക് കൊടുത്തപ്പോൾ അവരെ മനസ്സിലുണ്ട്, അവരെ കണ്ണിലുണ്ടായ തിളക്കം, സന്തോഷം. അവർ നന്ദി പറയാൻ വേണ്ടി പറയുമ്പോൾ ഒരു നന്ദിയും പറയണേ, ഞങ്ങൾ മെല്ലെ പോവാണ്. ഞങ്ങൾ അടുത്ത ആ ഒരു നിമിഷമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ആളുകളെ സഹായിച്ചാൽ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ആനന്ദം, നമ്മൾക്ക് ഭയങ്കര സുഖമായിട്ടൊക്കെ. ചില ആൾക്ക് സന്തോഷം കാണുമ്പോൾ നമുക്കന്ന് സുഖമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റും. അന്ന് പിണറായി വിജയൻ്റെ ഓരോ വാക്കും നമ്മളെ കേരളത്തിലെ ഓരോ ആളുകൾക്കും ഭയങ്കര ഊർജ്ജമായിരുന്നു, ഒരു രക്ഷയില്ലെന്ന്, ഭയങ്കര ഊർജ്ജമായിരുന്നു. അത് കേൾക്കാൻ വേണ്ടി വൈകുന്നേരം ഇങ്ങനെ പോയിരിക്കും ടിവിയുടെ മുമ്പിലേ, അത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. ആണ് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ സാർ, പൊളി, നാളെ ഇറങ്ങിയിരിക്കും, ഓക്കെയാണ് സാർ, ഇവിടെ ഒക്കെ സെറ്റാണ്. ഒന്നും സെറ്റാവൂല. എന്നാലും പറയും, ടി വി നോക്കിയിട്ട് നമ്മൾ മനസ്സെന്ന് പറയും, ഇവിടെ ഒക്കെ സെറ്റാണ് സാർ, പൊളിയാണ്, ഞങ്ങൾ നൈസായിട്ട് പോണു എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞോളായി. അങ്ങനത്തെ ഊർജ്ജമൊന്നും കിട്ടുന്നില്ല. ഇതെൻ്റെ മാത്രം പ്രശ്നമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അടിക്കണേ. ചുമ്മാ വെറുതെ ഒന്ന് കമൻറ്റ് അടിക്കുന്നത് എൻ്റെ അതേ അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, അടുത്ത ദിവസം കാണാം. ബൈ.